ട്രംപും നെതന്യാഹുവും തമ്മിൽ നടത്തിയ ആ ഒരു മീറ്റിങ്ങിൽ ഉണ്ടായ ചരിത്രപരമായിട്ടുള്ള ചില അനൗൺസ്മെൻറ്റുകൾ എന്തെല്ലാമാണ്? ഗാസയെപ്പറ്റി, പലസ്തീനികളെപ്പറ്റി, ഇറാനെപ്പറ്റി. നമുക്ക് ബൈബിൾ പ്രവചനത്തിൻ്റെ ടൈം ലൈനിൽ നാം എവിടെ എത്തി എന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതെല്ലാമാണ് ഇന്നത്തെ അപ്ഡേറ്റിൽ. ക്രേസി ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ, കോമൺ സെൻസ് ഇല്ലാത്ത ചില ജേർണലിസ്റ്റുകൾ ട്രംപിനോടും നെതന്യാഹുവിനോടും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടപ്പോൾ എല്ലാവരുമല്ല, പക്ഷെ മിക്കവരും പറയുന്നത് ഗാസയെപ്പറ്റി ഇനി എന്താവും, പലസ്തീനികളെപ്പറ്റി ഒരു ചിന്ത വേണ്ടേ, പലസ്തീനികൾ അവിടെ തന്നെ ജീവിച്ചോട്ടെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് പലസ്തീനി സ്റ്റേറ്റ് എന്നും പറഞ്ഞ ഒരു സ്റ്റേറ്റ് പ്രഖ്യാപിച്ചുകൂടാ എന്നൊക്കെയാണ് അവരുടെ ചോദ്യം. ഇപ്രകാരം ചോദിക്കുന്നവരും പറയുന്നവർക്കും കോമൺ സെൻസ് ഇല്ല എന്ന് പറയാനുള്ള കാര്യം, അവർ മനസ്സിലാക്കുന്നില്ല പലസ്തീനികളെപ്പറ്റി ആരാണ് യഥാർത്ഥത്തിൽ കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ കരുതുന്നതെന്ന്. അവർ മനസ്സിലാക്കുന്നില്ല പലസ്തീനികളിൽ ഒരാൾ പോലും അവർക്കൊരു പലസ്തീനി സ്റ്റേറ്റ് എന്നൊരു കാര്യം വേണ്ട. ഇപ്രകാരം വാദിക്കുന്നവരും ചോദിക്കുന്നവർക്കും കോമൺ സെൻസ് ഇല്ല എന്ന് പറയാനുള്ള കാര്യം, അവർക്ക് മനസ്സിലാകുന്നില്ല ഒക്ടോബർ 7 ശേഷം പലസ്തീനികൾക്ക് ഇസ്രയേലിൻ്റെ അടുത്ത് മറ്റൊരു കൂട്ടം ജനതയെപ്പോലെ ജീവിക്കണമെന്നൊരു ആഗ്രഹമേ ഇല്ല. അവർക്ക് ഇസ്രയേൽ മൊത്തം വേണം. യഹൂദരില്ലാത്ത ഒരു ഇസ്രയേൽ അവർക്ക് വേണം. അത് നിങ്ങൾ പലസ്തീനികളോട് നേരിട്ട് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പലസ്തീനി അറബ്സ് ആയിരുന്നു ചരിത്രത്തിലുടനീളം ആ 2 സ്റ്റേറ്റ് സൊല്യൂഷനെ എല്ലാ കാലഘട്ടത്തിലും തള്ളിക്കളഞ്ഞത്. ഇസ്രയേലിന് ഒരുക്കമായിരുന്നു, പക്ഷെ പലസ്തീനികൾക്കായിരുന്നു അത് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്. ബൈ ദ വേ, 2 സ്റ്റേറ്റ് സൊല്യൂഷനെ പറ്റി പറഞ്ഞപ്പോഴാണ്, ആ ഒരു സൊല്യൂഷൻ ഓൾറെഡി നിലവിൽ ഉണ്ട്. നിങ്ങൾ ചരിത്രം പഠിക്കുന്നെങ്കിൽ അറിയാം, ജോർദാൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാക്കിയത് തന്നെ പലസ്തീനി അറബ്സിന് വേണ്ടിയാണ്.